നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലക്നൌവിലെ ചന്ദ്രികാദേവി ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങളും മറ്റു മതപരമായ വസ്തുക്കളും വാങ്ങാൻ വിസമ്മതിച്ചതിന് ഒരു കുടുംബത്തെ കടയുടമകൾ ക്രൂരമായി മർദ്ദിച്ചു. സംഭവം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ബെൽറ്റുകൾ കൊണ്ടും കൈകൊണ്ടും വിൽപ്പനക്കാർ കുടുംബത്തെ മർദ്ദിക്കുന്നതും തള്ളി താഴെയിടുന്നതും വീഡിയോയിൽ കാണാം. ബക്ഷി തലാബ് BKT പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്ഷേത്ര പരിസരത്ത് തിങ്കളാഴ്ച, അതായത് ഏപ്രിൽ 7-നാണ് സംഭവം നടന്നത്. വഴക്കിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ലക്നൌവിലെ അലിഗഞ്ചിൽ താമസിക്കുന്ന പീയൂഷ് ശർമ്മ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി പോയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ചപ്പോൾ പൂജാദ്രവ്യങ്ങൾ, പൂമാലകൾ, മറ്റു വസ്തുക്കൾ എന്നിവ വിൽക്കുന്ന നിരവധി കടയുടമകൾ അവരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ അവരെ നിർബന്ധിക്കാൻ തുടങ്ങി. കുടുംബം സാധനങ്ങൾ വാങ്ങാൻ വിസമ്മതിച്ചപ്പോൾ കടയുടമകൾ ദേഷ്യപ്പെടുകയും അവർക്കെതിരെ കൂട്ടമായി ആക്രമണം നടത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. സ്ഥിതിഗതികൾ പെട്ടെന്ന് അക്രമത്തിലേക്ക് നീങ്ങി. ഞെട്ടിപ്പിക്കുന്ന കാര്യം, പുരുഷന്മാർ മാത്രമല്ല, കുടുംബത്തിലെ സ്ത്രീകൾക്കും ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദനമേറ്റു. അക്രമികൾ കുടുംബാംഗങ്ങളെ മർദ്ദിക്കാൻ ചവിട്ടുപടികളും ഇടിക്കല്ലുകളും ബെൽറ്റുകളും പോലും ഉപയോഗിച്ചു. കുടുംബത്തിലെ സ്ത്രീകളെയും അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ക്ഷേത്ര പരിസരത്ത് നടന്ന ഈ സംഭവം മുഴുവൻ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം യുവാക്കൾ കുടുംബത്തെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് ഉപയോക്താക്കളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ നേടുന്നുമുണ്ട്. സംഭവം റിപ്പോർട്ട് ചെയ്തയുടനെ BKT പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ലോക്കൽ പോലീസ് സ്ഥലത്തെത്തി. ഇരയുടെ കുടുംബം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റക്കാരായ കടയുടമകൾക്കെതിരെ ഔദ്യോഗികമായി പരാതി നൽകി. ഇരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് BKT സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും പരിശോധിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്തന്റെ മേൽ പ്രസാദം വാങ്ങാൻ പുരുഷന്മാർ സമ്മർദ്ദം ചെലുത്തിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം 4 പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ JK ദുബൈ പറഞ്ഞു. ത്രിവേണി നഗർ നിവാസിയായ പീയൂഷ് ശർമ്മ കുടുംബാംഗങ്ങളോടൊപ്പം ചന്ദ്രികാദേവി ക്ഷേത്രത്തിൽ പോയി. അവിടെ പ്രസാദം വിൽക്കുന്ന കടയുടമകൾ അവരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ നിർബന്ധിച്ചു. ഇര വിസമ്മതിച്ചപ്പോൾ അവരുമായി തർക്കവും ആക്രമണവും നടന്നു. ലക്നൌ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇരയുടെ കക്ഷിയിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ BKT പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന്റെ വൈറലായ വീഡിയോ ആരാധനാലയങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു പുണ്യക്ഷേത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്ന് പലരും ചോദ്യം ചെയ്യുകയും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തിന് ശേഷം ക്ഷേത്ര പരിസരത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതേസമയം ഭക്തർക്കിടയിലും ഇതിനെതിരെ അമർഷമുയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.